ഹലോ ഗൈസ്, വിഷു കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് ഞാൻ ഈ വിഷുവിൻ്റെ വിഷു കണി കണ്ടതിന് ശേഷം രാവിലെ തന്നെ എണീച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു. വീടിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോയില്ല. കാരണം കൃഷ്ണൻ്റെ ടെമ്പിളായതുകൊണ്ട് അധികം തിരക്കായതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അല്ലാണ്ട് നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു കാര്യം റിവീലിംഗ് കൂടെയാണ്. അതിന് പകരം അമ്മ വന്നതിന് ശേഷം ഞാൻ റെഡിയായി നിന്നു. അതിനുശേഷം വീടിൻ്റെ തൊട്ടടുത്തുള്ള 2 അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 2 അമ്പലത്തിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോയ ടെമ്പിളിൽ കുറച്ച് പീസ്ഫുള്ളായിരുന്നു. പശു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആ അമ്പലത്തിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 2ാമത്തെ അമ്പലത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ 2 അമ്പലത്തിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ടോ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. ഡ്രസ്സ് മാറ്റിയപ്പോഴത്തോ ഈ കോലം. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കോലമാണെന്ന്. ഈ കോലത്തിന് സ്പെഷ്യൽ ഉണ്ട് കഴിച്ച്. ഞാൻ ഫസ്റ്റ് തുടക്കത്തിലേ പറഞ്ഞു ഒരാളെ റിവീൽ ചെയ്യുന്നുണ്ടെന്ന്. ഈ കുരുപ്പിനെ റിവീൽ ചെയ്തതാണ്. അപ്പോൾ ഇത് എൻ്റെ ഡ്രസ്സിൽ കണ്ടത് ഇവനെ കുളിപ്പിച്ച് സുന്ദരനാക്കിയതാണ് വിഷുവായിട്ട്. കൊടുക്കേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷു കഴിഞ്ഞിട്ട് അവൻ കൊടുത്ത ഉടനെ വായിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവന് വിഷുവിൽ ഫോട്ടോ എടുക്കലാണ്. അതൊരു ടാസ്ക്കാണ്. 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഉച്ച ഈവനിങ് ഒക്കെ ആയ സമയത്ത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് പെട്ടെന്ന് നമുക്ക് അമ്മയുടെ വീട്ടിൽ പോകാം. അതായത് അമ്മയുടെ വീട്ടിൽ പോകാമെന്ന്. അമ്മയുടെ വീട് തമിഴ്നാടാണ്. അപ്പോൾ ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ കണ്ടതാണ് എൻ്റെ അമ്മൂമ്മ, അതായത് എൻ്റെ സീതമ്മക്കുട്ടി. ഇതെൻ്റെ മാമൻ്റെ മോളാണ് പൊന്നു. അപ്പോൾ ആൾ എക്സ്പ്ലെയിൻ ചെയ്തത് വേറെ ഒന്നുമല്ല. അതായത് അന്ന് നമ്മൾ പോയ ടൈം നാഗർകോവിലിൽ മോദിജി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹെലികോപ്റ്ററിൽ പോയ കാര്യവും ഒക്കെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും തിരിച്ച് റിട്ടേൺ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൾക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്. അനിയത്തി സുഖമായിട്ട് ഉറക്കമാണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഡോറ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പൊന്നുവിൻ്റെ അനിയത്തി. അത് ഈ ബേബിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരുടെ കയ്യിൽ ഈ ടൈം പോകുന്നതാണോ എന്ന് അറിയില്ല. പക്ഷേ അവൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര മിങ്കിളായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് 1-2 ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.